ഹായ് ഹലോ ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയും കൊണ്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ സാധാരണ ചക്ക നമ്മൾ ചെറിയ കഷ്ണാക്കി ലൂസാക്കി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചക്ക കൂട്ടാൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ എങ്ങനെയാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ചുള മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യം വേണ്ടി വരും. പിന്നെ നമ്മളൊരു കപ്പ് വെള്ളം, ഏതാണ്ട് അതിൻ്റെ മുക്കാലോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല പൊടിയുള്ള ചക്കയാണ്. അപ്പോൾ അത് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുക. 3-4 വിസിലിൽ വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരക, ഒരു വലിയ തേങ്ങയുടെ ഏതാണ്ട് പകുതിയിൽ കുറച്ച് നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അതുപോലെ തന്നെ കാന്താരി മുളക്, വെളുത്തുള്ളി ഒരു 4 അല്ലി ഇത്രയും ചേർത്ത് നമ്മളതൊന്ന് അരച്ചെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ചക്ക അപ്പോഴേക്കും നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് തുറന്നതിൻ്റെ ഒന്ന് ഉടച്ച് നന്നായിട്ട് എടുക്കുക. അപ്പോൾ ചിലത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും, ചിലത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ഉടച്ച് ഈ ഒരു പരുവാക്കി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ലൂസായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ അരച്ച മിക്സിയിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതും കൂടി ഒന്ന് ഇതിലേക്ക് കുലുക്കി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉടയ്ക്കുന്നത് എങ്ങനെയെന്നനുസരിച്ചിരിക്കും നമ്മുടെ ചക്കക്കൂട്ടാൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ കുറച്ച് ലൂസായിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ തണുക്കുമ്പോഴേക്കും പറ്റ കട്ടയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പൊടിയുള്ള ചക്കയ്ക്കാണെങ്കിൽ നമുക്ക് കേടൊന്നുമില്ലായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഏതാണ്ട് ഇങ്ങനെ തിളക്കി വരുന്ന സമയത്ത് കുറച്ചുകൂടി കറിവേപ്പില ഇടുക. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കടുക് വറുത്തിടാം, പക്ഷേ ഇവിടെ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമുക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ നാടൻ രീതിയിലുള്ളൊരു ചക്കക്കൂട്ടാനാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു.